2 പതിറ്റാണ്ട് തുടർച്ചയായി UDF കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് കോന്നി. അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ അടൂർ പ്രകാശ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തിയതോടെ UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം അഴിമതി ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ശക്തമായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് LDFും. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടം വരെ നിലനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 5ാം തവണയും അടൂർ പ്രകാശ് മത്സരരംഗത്ത് എത്തിയതോടെയാണ് കോന്നിയിലേത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പായി മാറിയത്. തനിക്കെതിരെ ഉയർന്നു വന്ന നീക്കങ്ങൾക്കെല്ലാം ജനവിധി മറുപടിയാകുമെന്നാണ് അടൂർ പ്രകാശിന്റെ നിലപാട്. കോന്നിയിലെ ജനങ്ങൾ 20 വർഷക്കാലമായി എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എനിക്ക് ഏതൊക്കെ അവസരത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായ അവസരങ്ങളിലൊക്കെ എനിക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങും തന്നിട്ടുള്ളത് ഈ കോന്നിയിലെ ജനങ്ങളാണ്. തർക്കങ്ങൾക്കൊടുവിലാണ് കോന്നിയിലെ LDF സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായത്. എന്നാൽ അടൂർ പ്രകാശിനെതിരെ ആരോപണങ്ങളുടെ നിര തന്നെ വീണ് കിട്ടിയതോടെ LDF ക്യാമ്പ് ആവേശത്തിലാണ്. അഴിമതിക്കെതിരായ ജനവിധിയാകും കോന്നിയിലേതെന്നാണ് LDFിന്റെ നിലപാട്. സോളാർ മുതൽ ഭൂമിദാനം വരെയുള്ള എല്ലാ അഴിമതിയുടെയും പിന്നിലോ മുന്നിലോ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഈ ജനപ്രതിനിധി എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പതിവിൽ കവിഞ്ഞ ആവേശത്തോടെ ഇക്കുറി LDF സജീവമായി തന്നെ രംഗത്തുണ്ട്. പിഴവുകളില്ലാതെ പ്രചരണം കൊഴിപ്പിക്കാനാണ് UDFിന്റെ പരിശ്രമം. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1, പത്തനംതിട്ട.